പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചേക്കും. ഹർജികളിൽ കേന്ദ്ര സർക്കാരിനോട് മറുപടി നൽകാൻ സുപ്രീംകോടതി ആവശ്യപ്പെട്ടിരുന്നു. കേരളവും ഡിവൈഎഫ്ഐയും മുസ്ലിം ലീഗും സിപിഐയും അടക്കം 237ഓളം ഹർജികളാണ് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് പരിഗണിക്കുന്നത്. സിബി ഇപ്പോൾ ദില്ലിയിൽ നിന്നും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നുണ്ട്. സിബി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കാവ്യ. 200-ലധികം കക്ഷികൾ ഈ ഹർജിയുടെ ഭാഗമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സുപ്രീംകോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. ഇതിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കേൾക്കാനുള്ള കാര്യങ്ങളും സുപ്രീംകോടതിക്ക് ഈ ഒരു ഘട്ടത്തിൽ കേൾക്കേണ്ടതുണ്ട്. ഹർജി ഇന്ന് പരിഗണിക്കുമെന്ന പൂർണ്ണമായ വിവരമുണ്ടോ? കാവ്യ, ഇന്ന് ഒരുപക്ഷെ ഈ ഹർജി പരിഗണിച്ചേക്കുമെന്ന് മാത്രമേ പറയാൻ കഴിയൂ. കാരണം സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് മറ്റൊരു കേസിൽ വാദം തുടരുകയാണ്. ഒരുപക്ഷെ ഇന്ന് ആ വാദം പൂർത്തിയായാൽ മാത്രമേ ഇന്നിപ്പോൾ ഈ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കാൻ സാധ്യതയുള്ളൂ. എന്തായാലും 3 ആഴ്ച മുമ്പാണ് ഈ ഒരു ഹർജികൾ, ഏകദേശം 237ലധികം ഹർജികൾ, ഈ CAക്കെതിരെയായ ഹർജികൾ പരിഗണിച്ച് DYFIയും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗും CPI അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും സംസ്ഥാനമായ കേരളവും അടക്കമാണ് ഇത്തരത്തിൽ ഈ ഹർജികൾ നൽകിയിരിക്കുന്നത്. ഈ ഹർജികളിലായിരുന്നു കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് അത് പരിഗണിക്കുകയും പിന്നീട് ഈ കേസിൽ കേന്ദ്ര സർക്കാരിനോട് മറുപടി നൽകണമെന്നൊരു ആവശ്യം ഉന്നയിച്ചത്. പ്രധാനമായും ഹർജിക്കാർ ആവശ്യപ്പെട്ടത് ഈ കഴിഞ്ഞ 4 വർഷത്തിന് മുൻപ് പാർലമെന്റിൽ പാസ്സാക്കിയ നിയമം അത് പെട്ടെന്ന് ഈ ഒരു ലോക്സഭ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ 4 വർഷത്തിന് ശേഷം പെട്ടെന്ന് ഇത് വിജ്ഞാപനം പുറപ്പെടുവിക്കുമ്പോൾ സ്വാഭാവികമായി ഇതിലൊരു ദുരുദ്ദേശമുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും ഹർജിക്കാർ ഉന്നയിച്ചത്. മാത്രമല്ല ഈ ഒരു CAA വിജ്ഞാപനം ഇത് തൽക്കാലത്തേക്ക് സ്റ്റേ ചെയ്യണമെന്നൊരു ആവശ്യം കൂടി ഇവർ മുന്നോട്ട് വയ്ക്കുന്നു. പിന്നീടാണ് ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനോട് കൃത്യമായ മറുപടി നൽകാൻ വേണ്ടി കഴിഞ്ഞ ദിവസം ഈ DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് ആവശ്യപ്പെട്ടത്. ഇത് പ്രകാരം 4 ആഴ്ചയാണ് കേന്ദ്ര സർക്കാർ സമയം ചോദിച്ചതെങ്കിലും 3 ആഴ്ചയ്ക്കും, അതായത് ഇന്നിപ്പോൾ കേസ് പരിഗണിക്കുമ്പോൾ ഇന്ന് കേസ് പരിഗണിക്കുന്ന മുമ്പായി ഈ കാര്യത്തിൽ കൃത്യമായ മറുപടി നൽകണമെന്നൊരു ആവശ്യം കൂടി ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഒരുപക്ഷെ ഈ കേസ് പരിഗണിക്കാൻ സാധ്യതയില്ല. പരിഗണിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും കേന്ദ്ര സർക്കാർ നൽകുന്ന മറുപടി ഇതിൽ ഏറെ പ്രാധാന്യമുണ്ട്. കഴിഞ്ഞ ദിവസം സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വ്യക്തമാക്കിയത് ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഹർജിക്കാർ നടത്തുന്നതെന്നും ഇതുവഴി ആർക്കും പൗരത്വം നഷ്ടപ്പെടില്ല എന്നുള്ളതായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ വാദം. എന്തായാലും പിന്നീടാണ് വിശദമായ മറുപടി നൽകാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്തായാലും 237ലധികം ഹർജികൾ ഉണ്ട്. ഇതിൽ ഈ CAക്കെതിരെ നിയമ പോരാട്ടത്തിന് ഒരുങ്ങിയ ഏക സംസ്ഥാനവും കേരളമാണെന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും ഈ ഹർജികൾ ഇന്ന് ഒരുപക്ഷെ സുപ്രീം കോടതിയുടെ മൂന്നംഗ ബെഞ്ച് പരിഗണിച്ചേക്കും. കാവ്യ. ശരി, സിബിയാണ് പ്രധാനപ്പെട്ട 2 വാർത്തകൾ. ഇന്ന് ദില്ലി ഹൈക്കോടതിയുടെ പരിഗണനയ്ക്കും സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്കും വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഹർജികളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്.